ഗൈസ് അങ്ങനെ ഞാൻ സ്കൂളിൽ വന്നു ഗൈസ്. അപ്പം തന്നെ ഞാൻ വേഗം വന്നത് ഫോണിലേക്കാണ് ഗൈസ്. ഇവിടെ കുറേ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചു തരാം. സ്കൂൾക്ക് പോയപ്പോൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അൽഫ് എന്ന് പറഞ്ഞുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്. അതിന് സ്റ്റിക്കർ പിന്നാണ് എഫക്റ്റ് ആണ്, കാരണം സ്റ്റിക്കർ പിന്നിൻ്റെ ചിത്രം പോലും കാണുന്നില്ല അല്ലേ. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതാണ് സ്റ്റിക്കർ പിൻ കേട്ടോ. അടിപൊളി കുറേ ഫോട്ടോസാണ് ഞാൻ വാങ്ങിയത്. ഒറ്റ ഫോട്ടോ അല്ലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ചെറുതാക്കി ഫോട്ടോ ആക്കി എടുത്തതാണ് പല ചിത്രങ്ങളും. ഇതിന് ആകെ 10 രൂപയുള്ളൂ. ഇതാണ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എന്തോ ക്യാമറ എന്തോ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഓടിപ്പോയത് എന്താണെന്നറിയോ, എടുക്കാമെന്നറിയോ ഗസ് എന്നൊക്കെ കൊണ്ടുവന്ന് നോക്കാനായിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഓടി വന്നിട്ട് ഈ കവറുണ്ട് നോക്കിയപ്പോൾ കവറിൽ ഒരു മിഠായി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ തൊലിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ വിചാരിച്ചു. എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള മിഠായിയാണ് ഗൈസ്, ചോക്ലേറ്റാണ്. അപ്പോൾ ഇത് പൊളിക്കണോ വേണ്ട, കാരണം ഞാൻ മേലെ ഗീട്ട് വരാം കേട്ടോ. പൊളിക്കുക എന്നല്ല, നിങ്ങളെ ഭാഷ എന്താ പറയുക, ഞങ്ങൾക്ക് മേലെ ഗീന്നാണ് പറയുക. അതായത് എനിക്കത് കുളിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ കവറിൽ തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ബാക്കിയുള്ള ചിക്കൻ പീസ് അവിടെ ഉണ്ട്. ചിക്കൻ പീസ് സോറി ഗൈസ്, ചിക്കൻ പീസ് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് തന്നെ വന്നു ഗൈസ്. അപ്പോൾ എന്നാലും എനിക്കത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മേലെ കണ്ടേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിതാ അപ്പോൾ കുറച്ച് ഫോട്ടോസ് നല്ലട്ടെ. ഇതാണ് ഞാൻ നേരത്തെ അത് കഴിച്ച ചിക്കൻ പീസ്. ഒരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാനിപ്പോഴേ കാണുന്നത്. എന്താ അപ്പോൾ എന്തൊക്കെയോ കാട്ടിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് ഒരാൾക്ക് അറിയില്ല. കൊത്തുന്നൊക്കെ പറയുന്നുണ്ട്. കൊത്തുന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ മേലെ എഴുതാൻ പോയതാണ്. അപ്പോൾ ഞാൻ അവനെ കാണാത്തൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ തന്നെ നീച്ച് പോയി. എന്താണെന്നറിയില്ല, സ്പീഡായില്ലേ ഞാൻ ആക്കുമ്പോൾ വിചാരിച്ചു. അപ്പം ഞാൻ നല്ല അടി കൊടുത്തു. ഞാൻ അതായിട്ട് മേലേക്ക് വന്നപ്പോൾ ഞാൻ ഓള് പൊളിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതെങ്കിൽ ഇത് കിട്ടിയില്ല. ഞാൻ പൊളിച്ചെന്ന് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതിന് പൊളിച്ചു. അതെനിക്ക് സങ്കടമുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വേഗം സിറ്റൗട്ട് വന്നിട്ട് കഴിക്കാനെന്ന് വിചാരിച്ചു. സിറ്റൗട്ട് എന്തൊക്കെയാണ് ഭാഷയാണ്, നിങ്ങളെന്താ പറയണതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനങ്ങനെ അവിടെ ഭയങ്കര വെയിലായിരുന്നു, അങ്ങോട്ട് പോകുന്നു, മുമ്പിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ ഓളും അവിടെ കഴിക്കുന്ന പരിപാടിയിലാണ്. ഓള് എന്ത് കിട്ടിയാലും പാത്രത്തിൽ കിട്ടോ ഗൈസ്. കാണിച്ചാൽ പാത്രത്തിൽ ഉണ്ടോ, എല്ലാവരും പാത്രത്തിൽ കിട്ടതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം പാത്രത്തിൽ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ ഇപ്പോഴത്തെ കുറുമ്പ് എന്താണെന്ന് വെച്ചാൽ എനിക്കത് പൊളിക്കാൻ കിട്ടിയില്ലല്ലോ എന്നാണ്. അപ്പം അങ്ങനെ അത് പൊളിച്ചതിന് ശേഷം ഞാൻ നിഫു കൊടുത്തപ്പോൾ അനിയന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭാഗ്യമായി ഗൈസ്. അപ്പം അമ്മച്ചി കൊടുക്കാൻ പറഞ്ഞത് എനിക്ക് പോയി ഗൈസ്. അപ്പം അങ്ങനെയായി വീണ്ടും കഴിച്ച് ഓളേന്ന് എടുത്തപ്പോൾ ഉള്ളിടക്കിടക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഗസ്റ്റൊക്കെ വന്നു, ഒരു കൊണ്ട് തന്നെ